വെൽക്കം ടു ധൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ധനിലൂടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതായത് HUF ഡിമാറ്റ് അക്കൗണ്ട്സ് എങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത് ഒരു എൻറ്റൈറ്റി ആണ്. നമ്മളെ ഇന്ത്യയിൽ ആസ് പെർ ലീഗൽ എൻറ്റൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാവുന്ന സ്ഥാപനങ്ങൾ പോലെ തന്നെയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി രജിസ്ട്രേഷൻസും അവൈലബിൾ ആണ്. ഒത്തിരി പേർക്ക് അറിയാം. സോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി കോൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് എങ്ങനെ പരിചയപ്പെടാം, എങ്ങനെ അത് നമുക്ക് ധനിലൂടെ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടോപ്പിക്. സോ നമ്മൾ അതിൽ സ്ക്രീനിലേക്ക് പോകാം. അതിലൂടെ നമുക്ക് നിങ്ങളുടെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിൽ കരുതിയിരിക്കേണ്ടുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കർത്തായുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നമ്മൾ കാരണവർ എന്ന് പറയുന്ന പോലെ കർത്തായുടെ പാൻ കാർഡ്, ആധാർ റിലേറ്റഡ് ഫോൺ നമ്പർ, ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതേമാതിരി HUF അൺഡിവൈഡഡ് ഫാമിലിയിൽ നിങ്ങളുടെ HUF അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതിൻ്റെ ഇപ്പോൾ അത് പിൻ വെച്ചിട്ട് അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഫീൽഡൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ പാസ്വേഡും കരുതി വെച്ചേക്കണം. ഓക്കെ, സോ നമ്മൾ സ്ക്രീനിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. സോ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് നമുക്ക് ഇനീഷ്യലി വേണ്ടുന്നത് കർത്തായുടെ ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ കൃത്യമായിട്ട് മൊബൈലിൽ ആയിരിക്കും. രജിസ്റ്റേർഡ് മൊബൈലിൽ OTP വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇമെയിൽ എൻ്റർ ചെയ്യേണ്ടി വരും. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ നിങ്ങൾ കൊടുക്കുക. ഇമെയിൽ കൊടുക്കുമ്പോഴേക്കും ഇമെയിലിൻ്റെ OTPയും നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. പ്രൊസീഡ് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, സെറ്റ് പിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടൊരു പിന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നേരെ പാൻ കാർഡ് എൻ്റർ ചെയ്യാനുള്ള അപ്ലോഡ് പാൻ കാർഡ്, നമ്മുടെ HUFൻ്റെ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫിമിൻ്റെ ഒരു പാൻ കാർഡ് നിങ്ങൾ ഓൾറെഡി ഉള്ളതിന് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക. ക്രോപ്പ് ചെയ്തിട്ട് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പർട്ടിക്കുലേഴ്സ്, ആധാർ നമ്പർ, പാനിൻ്റെയും നമ്പറും ഡേറ്റും കൊടുക്കുമ്പോഴേക്കും അപ്ലോഡ് പാൻ, അടുത്തത് പാൻ ഡീറ്റെയിൽസ് ചോദിക്കും. കർത്തായുടെ പാൻ കൊടുക്കുക, എൻറ്റൈറ്റിയുടേതും അപ്ലോഡ് ചെയ്യുക. പിന്നെ കർത്തായുടെ പാൻ കാർഡും നമ്മൾ എൻ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് കൊടുക്കുക. സോ അപ്ലോഡ് കൊടുത്തിട്ട് അതിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുമ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്ക് നേരെ ഡിജി ലോക്കറിലേക്ക് പോകും. ഡിജി ലോക്കറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജി ലോക്കറിൽ അതിൻ്റെ ആധാർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കതിൽ അറിയാൻ പറ്റും. സോ ഡിജി ലോക്കറിലേക്ക് വേണ്ടി നമ്മൾ ആധാർ എൻ്റർ ചെയ്യുമ്പോഴേക്കും ആധാറിൻ്റെ OTP, ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നമുക്കൊരു OTP വരും. ആ OTP വരുന്നവരെ വെയിറ്റ് ചെയ്യുക. OTP എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം വീണ്ടും ഒരു 6 ഡിജിറ്റ് പിന്ന്, ആധാറിൻ്റെ ഈ സൈനിന് ഒരു പിൻ ഉണ്ടായിരിക്കും. ആ പിന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവരുണ്ടെങ്കിൽ ആ പിന്ന് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു പിന്ന്, ഫർഗറ്റ് പിന്ന് കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ഒരു പിന്ന് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡിജി ലോക്കർ, ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഡിജി ലോക്കറിലേക്ക് നമുക്ക് അനുവാദം കൊടുക്കാൻ പറ്റും. എന്തൊക്കെ ഡോക്യുമെന്റ് ഷെയർ ചെയ്യാൻ, ഷെയർ കൊടുക്കുക. സോ ഡിജി ലോക്കർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് വരും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടത്, അത് ലൈക്ക് നോർമൽ ഡിമാറ്റ് എടുക്കുന്ന പോലെ നമ്മുടെ ഇൻകം സ്റ്റാറ്റസ് നമ്മൾ ചോദിക്കും. ലൈക്ക് അപ് ടു 1 lakh ആണോ, 1 മുതൽ 5 വരെ ആണോ, 10, അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ദെൻ നമ്മുടെ ഓക്കുപ്പേഷൻ ചോദിക്കും. പിന്നെ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കും. പിന്നെ നമ്മൾ കമ്മോഡിറ്റി ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ, ക്ലാസിഫിക്കേഷൻ, അത് അതേഴ്സ് കൊടുക്കുക. പലപ്പോഴും അതേഴ്സാണ് നല്ലത്. പിന്നെ ഡിക്ലറേഷൻ, മാൻഡേറ്ററി ഡിക്ലറേഷൻ താഴെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ എല്ലാം ബാക്കിയെല്ലാം ഡിഫോൾട്ട് ആയിട്ട് തന്നെ കിടക്കും. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ബാക്കി നിങ്ങൾ ഡിക്ലറേഷൻസ് 3 ഉണ്ടാവും. അത് കൊടുക്കുമ്പോഴേക്കും പ്രൊസീഡ് ടു നെക്സ്റ്റ് വരും. പ്രൊസീഡ് ടു നെക്സ്റ്റ് വന്നു കഴിയുമ്പോൾ അടുത്തതാണ് കോ ഓക്കുപ്പൻസർ എന്ന് പറഞ്ഞിട്ട്, കർത്ത മാത്രമല്ലല്ലോ, ബാക്കിയുള്ള മെമ്പേഴ്സിനെ ആഡ് ചെയ്യട്ടെ. അതിൽ നമുക്ക് എത്ര മെമ്പേഴ്സിന് വേണേലും ആഡ് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ട് 2 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ടാവും. ആഡ് കോ പാർസണേഴ്സ് എന്നായിരിക്കും അതിൻ്റെ പേര്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ പേര് കൊടുക്കുക. ലൈക്ക് ഇപ്പോൾ പേര് എൻ്റർ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ സെലക്ട് ജെൻഡർ കൊടുക്കുക. ദെൻ റിലേഷൻഷിപ്പ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ കോ ഓക്കുപ്പൻസർ ആണോ അതോ മെമ്പർ ഓഫ് ദി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ, അതിൽ തന്നെ നമുക്ക് സിഗ്നേച്ചർ ചെയ്യാൻ കഴിയും. മൗസ് വഴി തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റും. ദെൻ സേവ് കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത ഓക്കുപ്പൻസർ ആരാണെന്ന് നോക്കിയിട്ട് അവരുടെയും അതേമാതിരി നിങ്ങൾക്ക് അതേ ഡീറ്റെയിൽസ് നമ്മൾ 1 by 1 ആയിട്ട് നെയിം കൊടുക്കുക. ദെൻ ജെൻഡർ, പിന്നെ റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോൾ മെമ്പറായിട്ട് നമ്മൾ ഒന്ന് കൊടുത്തു കഴിയുക, മെമ്പർ കൊടുക്കുക, സിഗ്നേച്ചർ കൊടുക്കുക. ദെൻ
സിഗ്നേച്ചർ കൊടുത്തു കഴിയുമ്പോഴേക്കും സേവ് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സേവിലേക്ക് പോകുമ്പോഴേക്കും ഇവരുടെ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. സേവ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും അവർ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് കാണാം. രണ്ടാമത് നിങ്ങൾക്ക് എഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റ് ബട്ടൺ അവിടെ കാണാൻ കഴിയും. ആ എഡിറ്റ് ബട്ടണിൽ നമുക്ക് പോയിട്ട് അവരുടെ ഫർദർ ഒന്ന് എഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും. ഓക്കെ ആണ് നോക്കിയിട്ട് കൺഫേം ബട്ടൺ പ്രസ് ചെയ്യും. അപ്പോഴേക്കും കർത്തായുടെ ഫോട്ടോ നമ്മൾ സെൽഫി എടുക്കുകയാണെങ്കിൽ വരും. കർത്തായുടെ ആണല്ലോ മെയിൻ ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും അക്കൗണ്ടിന്റെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടാവുക. സോ അദ്ദേഹത്തിന്റെ സെൽഫി എടുക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ക്യാമറ വഴി നമുക്ക് സെൽഫി എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് സെൽഫി ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ കാണാം. സെൽഫിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റൗണ്ട് ഇത് വരും. കണ്ടോ, സെൽഫി ഇപ്പൊ നേരെയല്ല, ആ റൗണ്ട് ബോർഡർ റെഡ് ആയിരിക്കുന്നുണ്ടോ, ആ റെഡ് എന്നുള്ളത് ഗ്രീൻ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഗ്രീൻ ആയി, ക്യാപ്ചർ ഫോട്ടോ കൊടുക്കുമ്പോഴേക്കും വീണ്ടും റെഡിലേക്ക് ഗ്രീൻ വന്നു, കറക്റ്റായിട്ട് ഗ്രീൻ വന്നു, ക്യാപ്ചർ കൊടുക്കുക. ക്യാപ്ചർ കൊടുക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവിടെ ക്യാപ്ചർ ആയി. കണ്ടോ, ക്യാപ്ചർ ആയതിനു ശേഷം എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആണ്, അത്രയും ആ ഒരു ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്, അത്രയും റിക്വയർമെന്റ് സബ്മിറ്റ് കൊടുക്കുക. ദെൻ അടുത്ത് വേണ്ടുന്നത് ആ കർത്തായുടെ തന്നെ എന്താ പറയുക, വീഡിയോ ആയിട്ടൊരു ക്ലിപ്പ് കൊടുക്കുക. അത് ശരിക്കും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ള ആൾ തന്നെയാണോ ഇല്ലയോ എന്നുള്ളൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആ സ്ക്രീനിൽ കാണുന്നതിൽ സൗണ്ട് എന്താ പറയുക, ആ ഫേസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ വരും. ആ വീഡിയോ റെക്കോർഡിംഗ് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യാം. വീഡിയോയിൽ ഒരു നമ്പർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, 335 എന്നൊരു നമ്പർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ പറഞ്ഞു, ഓക്കെ ആയി. വീഡിയോ റെക്കോർഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ടു നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. പ്രൊസീഡ് ടു നെക്സ്റ്റ് ഓപ്ഷനിൽ അടുത്ത് എന്താ വേണ്ടത്, നമ്മുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ എപ്പോഴും നമ്മൾ രജിസ്റ്റേർഡ് ഫിം ആകുമ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റാമ്പ് ഉണ്ടാവും, ഒരു സീല്, നമ്മൾ റബ്ബർ സ്റ്റാമ്പ് ഉണ്ടല്ലോ, അതിന് നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ഒരു സീല് പ്രസ് ചെയ്തിട്ട് ആ സീലിന്റെ ഉള്ളിൽ കർത്തായുടെ സിഗ്നേച്ചർ നമ്മൾ സൈൻ ചെയ്ത് അതിനെ ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആ ഒരു സെഗ്മെന്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അതിൽ കൊടുത്തിട്ടുണ്ടാവും, അത് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ അത് പറഞ്ഞു തന്നു. സോ നമ്മൾ അപ്ലോഡ് സിഗ്നേച്ചർ കൊടുത്ത് നമ്മൾ അതിൽ എവിടെയാണോ ആ പറഞ്ഞ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഇമേജിനെ അതിന് സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുക്കുമ്പോഴേക്കും അതേമാതിരി യൂസ് ദിസ് എന്ന് പറഞ്ഞ് നമുക്ക് വരും. അത് നമ്മൾ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് നെക്സ്റ്റ് കൊടുക്കുക. പ്രൊസീഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അടുത്തെന്താണ്, വീണ്ടും ഒരു നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും അടുത്തത് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡേഷൻ ഒരു പ്രോസസ്സ്. ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിരുന്നു, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണം. മിനിമം 10,000 റുപ്പീസിന്റെ ട്രാൻസാക്ഷൻ നടന്നിരിക്കണം. ബാലൻസ് 5,000 റുപ്പീസ് മിനിമം അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. സോ ഇത്രയും പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 months സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഫോൾഡറിൽ ഉണ്ടായിരിക്കണം, നിങ്ങൾ PDF ആയിട്ടുണ്ടാവും. അത് എന്നിട്ട് അതിനകത്ത് തന്നെ ചിലപ്പോൾ ചില PDFs നമുക്ക് എന്ത് വേണ്ടി വരും, പാസ്വേഡ് വേണ്ടി വരും. ആ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് അവിടെ ഉണ്ടായിരിക്കും. എൻ്റർ ഡോക്യുമെന്റ് പാസ്വേഡ്, അത് ഓപ്ഷണലാണ്, ചിലർക്ക് പാസ്വേഡ് വേണ്ടി വരില്ല. പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വെരിഫൈ യുവർ അഡ്രസ് ഡീറ്റെയിൽസ് അടുത്ത് വരും. അഡ്രസ്സ് കറക്റ്റ് ആണോ എല്ലാം നമ്മൾ നോക്കുക. സിറ്റി ബാലൻസ് ഉള്ളത് അത് നോക്കുക. അപ്ലോഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അഡ്രസ്സ് 1 2, സിറ്റി, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ്, പിന്നെ കൺട്രി ഇന്ത്യ. ദെൻ പ്രൊസീഡ് കൊടുക്കുക. സോ പ്രൊസീഡ് കൊടുക്കുമ്പോഴേക്കും അടുത്തെന്താ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഏത് ബാങ്കിലാണോ നമ്മുടെ ഉള്ള അക്കൗണ്ടുള്ള, സേവിങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നുള്ള കാര്യം നോക്കുക. അത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റിലേക്ക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി എന്താകും, ഫെച്ച് ചെയ്യാൻ തുടങ്ങും. ബാങ്ക് അക്കൗണ്ട് ഫെച്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ഒരു വന്നു കഴിയുമ്പോഴേക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരും. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത് കർത്തയുടെ സൈൻ സിഗ്നേച്ചർ പ്രോസസ്സിലേക്ക് പോവുക. സിഗ്നേച്ചർ വെരിഫിക്കേഷൻ, നമ്മൾ ഡോക്യുമെന്റ് അല്ലേ, എല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് കർത്തയുടെ ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക. സിഗ്നേച്ചർ തൊട്ട് താഴെ അതിൻ്റെ ഡിക്ലറേഷൻസ് ഉണ്ട്, അതിൻ്റെ ഉള്ള ടിക്ക് മാർക്സ് താഴെ ഉണ്ടാകും. നിങ്ങൾ നോക്കിയാൽ സ്ക്രോൾ കഴിഞ്ഞ് താഴെ 1 2 2 ഡിക്ലറേഷൻ ഉണ്ടാവും. കൊടുക്കുമ്പോഴേക്കും പ്രൊസീഡ് ടു സൈൻ വരും. സൈൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നോക്കൂ, സ്റ്റാർട്ട് യുവർ സൈൻ ജേർണി. സിമ്പിൾ. അതിൽ പ്രൊസീഡ് കൊടുത്ത് വരുമ്പോഴേക്കും എന്താ പറയുക, നമ്മുടെ ആധാർ നമ്പർ എൻട്രി പ്രോസസ്സിലേക്ക് എൻ്റർ യുവർ ആധാർ നമ്പർ അല്ലെങ്കിൽ വിർച്വൽ ID നമ്പർ. നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും.
ആധാർ എൻ്റർ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആധാർ ലിങ്ക്ഡ് മൊബൈലിലേക്ക് ഒരു OTP പോകും. ആ OTP ഇവിടെ എന്ത് ചെയ്യുക, സെൻഡ് OTP കൊടുക്കുമ്പോഴേക്കും അതിലേക്ക് ആ OTP റിസീവ് ആകും. റിസീവ് ആയിട്ട് ആ OTP എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് അവിടെ വരും. അവിടെ OTP എൻ്റർ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് സൈൻഡ് സക്സസ്ഫുള്ളി, സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഒരു പേജ് വന്നു. സോ ഇനി അടുത്ത യുവർ ഡോക്യുമെന്റ്സ് ആർ ഗെറ്റിംഗ് വെരിഫൈഡ്. കഴിഞ്ഞു, നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ള പ്രോസസ്സാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ ഇനി അടുത്തെന്താ, ഇനി വെരിഫിക്കേഷൻ കഴിയുന്നതിന് നോർമലി 24 to 48 hours നമുക്ക് ടൈം എടുക്കും. സോ നിങ്ങൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. സോ ഇതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ പറ്റിയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ള വീഡിയോ. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് കരുതുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയും വളരെ 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 ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി സ്ട്രാറ്റജി വീഡിയോസ്, F&O വീഡിയോസ്, ഈക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് വീഡിയോസ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങൾക്കെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നതാണ്. താങ്ക് യു. ഹാപ്പി ട്രേഡിംഗ്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.